Good morning, ma'am. Good morning. Good morning, all. Good morning, ma'am. എന്താണ് സെക്കൻഡ് പീരീഡ് ആയപ്പോഴേക്കും എല്ലാവരുടെ ഏഴായോ? ആരോടും നിൽക്കൂലല്ലോ. ഓക്കെ ഓക്കെ എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ കഴിഞ്ഞ ആളല്ലേ? വാട്ട് ഈസ് സ്റ്റോക്ക് രജിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ? അവിടെ മുതലല്ലേ എടുക്കേണ്ടത് മിസ് അല്ലേ? ബാക്കിയൊക്കെ നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ മിസ് സ്റ്റാർട്ട് ചെയ്യാം. What is stock register in hospital? Hospital stock register എന്ന് പറഞ്ഞാൽ എന്താ? This software notifies, അതായത് സ്റ്റോക്ക് രജിസ്റ്റർ സോഫ്റ്റ്വെയർ എന്താണ് നോട്ടിഫൈസ് ചെയ്യുന്നത്? The clinic, hospital and doctors about the stock available. അല്ലെ, അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്സിൽ എന്തൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അല്ലേ? which helps them reload from time to time. അല്ലെ, നമ്മ എന്ത് ചെയ്യണം? അപ്ഡേഷൻസ് നടത്തണോ? സ്റ്റോക്കുകൾ കുറയുന്നതിനനുസരിച്ചും പുതിയ സ്റ്റോക്കുകൾ വാങ്ങുന്നതിനനുസരിച്ചും നമ്മ ഈ സോഫ്റ്റ്വെയർസ് ഇത് 6th മൊഡ്യൂൾ ആണ് കേട്ടോ, മിസ്സിന്റെ ചാപ്റ്റർ തീർന്നിട്ടില്ല. അപ്പൊ നമ്മ ഇത് അപ്ഡേഷൻ നടത്തില്ലേ? അപ്പൊ എന്താണ്? which helps them reload from time to time, thereby allowing doctors to prescribe the patient with the right medicine അല്ലെ? എന്താണ്? അപ്പൊ ഡോക്ടർക്ക് ഈ ഒരു ഈ ഒരു സോഫ്റ്റ്വെയർസ് അനുസരിച്ച് ഏത് മരുന്നാണ് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാൻ സാധിക്കോ? അവരുടെ രോഗത്തിനനുസരിച്ച് അല്ലെ ഏത് മരുന്നാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത് എന്ന് ഡോക്ടർക്ക് മനസ്സിലാകില്ലേ? ഏത് മരുന്നാണ് അല്ലെ നമ്മ ഈ ഒരു അപ്ഡേഷൻ നടത്തുന്നതിലൂടെ, അതായത് ഈ സോഫ്റ്റ്വെയർസ് എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ സോഫ്റ്റ്വെയറിലൂടെ ആ ഒരു ഹോസ്പിറ്റലില് ഏത് മരുന്നാണ് സ്റ്റോക്ക് ഉള്ളതെന്നും അതുമൂലം അതനുസരിച്ച് പേഷ്യന്റിന് ഏത് മരുന്നാണ് അവരുടെ അസുഖത്തിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് എന്നും ഡോക്ടർക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, this is turn allows a smooth functioning, avoiding disputes and waiting hours. എന്താണ് നമുക്ക് ഈ സ്റ്റോക്ക് രജിസ്റ്റർ അനുസരിച്ച് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആക്കാൻ സാധിക്കുന്നുണ്ടോ? നല്ല രീതിയിലാക്കാം അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആക്കാനും അവോയ്ഡിങ് ഡിസ്പ്യൂട്ട്സ് അല്ലെ, നമുക്ക് തർക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അല്ലെ, ഒരു പ്രശ്നങ്ങളില്ലാതെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താനോ? അപ്പൊ ഡിസ്പ്യൂട്ട്സുകൾ ഒഴിവാക്കാനും കൂടാതെ രോഗികളുടെ അല്ലെ വെയിറ്റിംഗ് അവേഴ്സ് കുറയ്ക്കാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെക്ഷനിലും അവർക്ക് ഈ സ്റ്റോക്ക് രജിസ്റ്റർ അലൗ ചെയ്യുന്നില്ലേ? സോഫ്റ്റ്വെയർസ് അലൗ ചെയ്യുന്നില്ലേ? അതനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാലോ ഏതൊക്കെ സ്റ്റോക്കാണ് ഉള്ളത് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് എളുപ്പത്തിലാക്കാനും അവർക്ക് തർക്കങ്ങൾ ഒഴിവാക്കാനും കൂടാതെ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് അവേഴ്സ് കുറയ്ക്കാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? Next, how does hospital maintain stock? അല്ലെ, ഹോസ്പിറ്റലുകാർക്ക് സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ, പരിപാലിക്കാം. ഫസ്റ്റ് പറയുന്നത് നോക്കിയേ, പ്രോപ്പർ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ക്യാൻ ബി ട്രിക്കി അല്ലെ. എന്താണ് നമ്മുടെ
പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ആണെങ്കിൽ അതെന്താണ്, ഒരു ട്രിക്കിയാണ് അല്ലെ, തന്ത്രപരമാണ്. അപ്പൊ നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് must make sure their facilities have enough product to meet demand from doctors and nurses, but not too much that it negatively impacts the hospital's budget or take up too much സ്പേസ് അല്ലെ. എന്താണ്, നമ്മുടെ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും ഡിമാൻഡുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻക്കും പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസിനും അവരുടെ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ലേ, ഉറപ്പുവരുത്താൻ സാധിക്കില്ലേ, ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ ആവശ്യകതകൾ എന്താണ് അല്ലെ, അവരുടെ ഡിമാൻഡ്സുകൾ എന്താണ് അല്ലെ, അവർ ഏതൊക്കെ റിസോഴ്സുകൾ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർക്കത് നമ്മുടെ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റിൽ സൂക്ഷിച്ചൂടെ, സ്റ്റോർ ചെയ്തൂടെ. അപ്പൊ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ അല്ലെ അവരുടെ ഡിമാൻഡുകളിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അഡ്മിനിസ്ട്രേറ്റർക്കും ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ആരാ, നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും റിസോഴ്സുകൾ വിതരണം ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യത്തിന് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ. പക്ഷേ നെക്സ്റ്റ് നോക്കിയേ, ബട്ട് നോട്ട് ടു മച്ച് അല്ലെ. നമ്മ ഒരുപാട് അവർക്ക് ഇന്ന സാധനങ്ങളെ ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ഇന്ന സാധനങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ബട്ട് ടു മച്ച് ദാറ്റ് ഇറ്റ്സ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റ് അല്ലെ. നമ്മൾ ഇത് ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ, അവർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവുന്നുണ്ടോ, ലോസ് വരല്ലേ, എക്സ്പെൻസ് വരല്ലേ, ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പൊ ഇത് ഒരുപാട് സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ ബഡ്ജറ്റിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും കൂടാതെ അവർക്ക് ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് വരുമോ. നമ്മ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, ചീത്തയാവാതെ അല്ലെ, ഡാമേജ് പറ്റാതെ നമ്മ അത് സൂക്ഷിക്കണോ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഓർ ടേക്ക് അപ്പ് ടു മച്ച് സ്പേസ് അല്ലെ, ഇത് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിന് ഒരുപാട് സ്ഥലവും ആവശ്യമായി വരുന്നു. ഓക്കെ ആണോ അത്? Next, here are 7 helpful tips for hospital administrators who want to ensure that they can improve the efficiency of their inventory management while keeping a handle on their supply cost. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അവർ കറക്റ്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് അവരുടെ ഇൻവെന്ററി മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 7 ടിപ്സുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അവരുടെ ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് ഇഫക്റ്റീവ് ആയ രീതിയിൽ അല്ലെ, കാര്യക്ഷമമായ രീതിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ട 7 ടിപ്സുകളാണ് താഴെ പറയുന്നത്. നോക്കാൻ, ഫസ്റ്റ് പറയുന്നത് കളക്ട് ഡാറ്റ ഫ്രം ദി സപ്ലൈ ചെയിൻ അല്ലെ. ആദ്യം അവർ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം അല്ലെ. സപ്ലൈ ചെയിനിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ശേഖരിക്കുക അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഫെയിലിംഗ് ടു യൂസ് സപ്ലൈ ചെയിൻ ഡാറ്റ ക്യാൻ റിസൾട്ട് ഇൻ ബില്യൺ ഓഫ് വേസ്റ്റഡ് ഡോളേഴ്സ് അല്ലെ. സപ്ലൈ ചെയിൻ ആ ഒരു സെക്ഷനിൽ നിന്ന് ഡാറ്റ ഉപയോഗിക്കുന്നതില് നമ്മുടെ ഈ ഒരു അതല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതില് ഈ ഒരു ഹോസ്പിറ്റലുകാര് പരാജയപ്പെട്ടാല് അവർക്ക് ഒരുപാട് ബില്യൺ ഡോളേഴ്സ്, അതായത് അവർക്ക് ഒരുപാട് നഷ്ടം വരുന്നു അല്ലെ. ആണോ? അവരെന്ത് ചെയ്യും, കറക്റ്റ് രീതിയിലുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് അല്ല, ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ല എങ്കിൽ അവരെന്ത് ചെയ്യും, ചിലപ്പോ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യില്ലേ, അവർക്കൊരു കണക്കില്ലാതെ അവർക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യും. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഷോർട്ടേജ് കോസ്റ്റ് വരുമല്ലോ.
അവർ ആ സാധനങ്ങളെ ശരിയായ അളവിലല്ല സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഷോർട്ടേജ് കോസ്റ്റ് വരില്ലേ? അപ്പൊ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരില്ലേ? എങ്ങനെ വന്നാലും അവർക്ക് നഷ്ടമാണോ ലോസ് ആണോ വരുന്നത്? എങ്ങനെ വന്നാലും. അപ്പൊ എന്താ നമ്മുടെ ഫെയിലിംഗ് ടു യൂസ് സപ്ലൈ ചെയിൻ ഡാറ്റ, ശരിയായ രീതിയിൽ ആ ഒരു സപ്ലൈ ഡാറ്റ അവർ യൂസ് ചെയ്തിരുന്നില്ല, അവർക്ക് ഒരുപാട് ബില്യൺസ് ഡോളേഴ്സ് നഷ്ടം വരുന്നു. Instead, use this data to determine if your inventory management is as cost effective as it could be. എന്താണ് പകരം ഈ ഡാറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് ചെലവ് കുറഞ്ഞതാണോ അല്ലെ, കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കോ? ഡിറ്റർമിൻ ചെയ്യാലോ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് കാണിട്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഇൻവെന്ററി സപ്ലൈ ചെയിൻ ഡാറ്റ ഉപയോഗിച്ച് കാണിട്ട് നമ്മുടെ എന്താണ് ചെലവുകൾ അല്ലെ, ഇൻവെന്ററി മാനേജ്മെന്റിലെ ചെലവ് കുറഞ്ഞതാണോ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് വൈൽ സപ്ലൈ ഡാറ്റ ഹാസ് ബീൻ സിലോഡ് ഇൻ ദ പാസ്റ്റ്. സിലോഡ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായിരിക്കുക, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഡാറ്റ തരാതിരിക്കുക അല്ലെ. സിലോഡ് അല്ലെ, നിശബ്ദമായിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ? ചില സിറ്റുവേഷനില് അവരുടെ ഡാറ്റാസ്, അവരെ ഇൻവെന്ററി മാനേജ്മെന്റിലെ റെക്കോർഡ്സുകൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമുക്കത് പറയാലോ, അത് നിശബ്ദല്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നുണ്ടോ? വിവരങ്ങൾ തരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് വൈൽ സപ്ലൈ ഡാറ്റ ഹാസ് ബീൻ സിലോഡ് in the past, more organizations are looking to build IT system that use value-based reimbursement model, according to 2016 Black Book survey. Black Book survey കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹോസ്പിറ്റലിലെ ബ്ലാക്ക് ബുക്ക് സർവേ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഹെൽത്ത് കെയർ വ്യവസായത്തിൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള ആ ഒരു ഇതില് ബ്ലാക്ക് ബുക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് അവിടുത്തെ സാധാരണയായിട്ട് ഒരു റിസർച്ച് വർക്കുകളെയാണ് സൂചിപ്പിക്കുന്നത്. ആ റിസർച്ച് വർക്കുകളിൽ ഇവർ എന്തൊക്കെയാണ് ഗവേഷണം നടത്തുന്നത് എന്ന് വെച്ചാല് എന്താണ്? ഹെൽത്ത് കെയറിലെ സോഫ്റ്റ്വെയർസ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പർച്ചേസിങ്ങിന് വേണ്ടി അല്ലെ, നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റർ പറഞ്ഞു അല്ലെ. അപ്പൊ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് സൂക്ഷിക്കുന്ന അവര് പ്രവർത്തിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർസ്, അവിടുത്തെ സേവനങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിലെ സർവീസുകള്, അവിടെ വെഞ്ചർമാർ അല്ലെ, നമ്മൾ പല വെഞ്ചേഴ്സിൽ നിന്നും പല സപ്ലയേഴ്സിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ലേ. അപ്പൊ അങ്ങനെയുള്ള വെഞ്ചേഴ്സിനെയൊക്കെ വിലയിരുത്തുന്ന സർവേകൾ നടത്തുകയും അവരെന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? സർവേ നടത്താൻ മാത്രമാണ് മതിയോ? അനലൈസ്, അവരെന്ത് ചെയ്യും? സർവേ നടത്തി അനലൈസ് ചെയ്യും അല്ലെ. അവരെ വിലയിരുത്തിയതിന് ശേഷം അവര് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. അതിനെയാണ് ബ്ലാക്ക് ബുക്ക് ഹിസ്റ്ററി, അതായത് ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളിലെ ബ്ലാക്ക് ബുക്ക് സർവേ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ സോഫ്റ്റ്വെയർസ്, അവിടുത്തെ സർവീസുകള്, അവിടുത്തെ വെൻഡേഴ്സിനെ എന്താണ് അവരുമായി ബന്ധപ്പെട്ട് സർവേകൾ നടത്തി വിലയിരുത്തിയതിനു ശേഷം റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനെയാണ് ബ്ലാക്ക് ബുക്ക് സർവേ എന്ന് പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ ആ ഒരു സെന്റൻസിൽ നോക്കിയേ, വയൽ സപ്ലൈ ഡാറ്റ ഹാസ് ബീൻ സിലോഡ് ഇൻ ദ പാസ്റ്റ്. സപ്ലൈ ഡാറ്റ എന്താണ്? അവര് പാസ്റ്റിൽ അല്ലെ, മുൻകാല പ്രവർത്തനങ്ങളില് നിശബ്ദമാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? മോർ ഓർഗനൈസേഷൻ ആർ ലുക്കിംഗ് ടു ബിൽഡ് IT സിസ്റ്റം. നമ്മുടെ 2016 വേറൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഇവിടെ നടന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലോ? ഓർമ്മയുണ്ടോ? 1000ന്റെ നോട്ടൊക്കെ
നിരോധിച്ചത് എന്നാണ്? കറൻസി നിരോധിച്ചത് അല്ലെ? ഓക്കെ. അത് എക്കണോമിക് ബ്ലാക്ക് ബുക്ക് സർവേ അനുസരിച്ചാണ് നമ്മുടെ ആ ഒരു 1000ന്റെ നോട്ടൊക്കെ അന്ന് നിരോധിച്ചത് കേട്ടോ. ഇതിൽ പറയുന്നത് ഹെൽത്ത് കെയറിലെ ബ്ലാക്ക് ബുക്ക് കേട്ടോ. ഓക്കെ അല്ലേ? ജസ്റ്റ് വെറുതെ ചോദിച്ചാണ് കേട്ടോ. അപ്പൊ എന്താണ് ആ ഒരു സപ്ലൈ ഡാറ്റ നിശബ്ദമാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ സ്ഥാപനങ്ങൾ അല്ലെ, മോർ ഓർഗനൈസേഷൻ, കൂടുതൽ സ്ഥാപനങ്ങൾ എന്താണ് വാല്യൂ ബേസ്ഡ് റീഇംബോഴ്സ്മെന്റ് മോഡലുകൾ ഉപയോഗിക്കുന്ന IT സിസ്റ്റം നിർമ്മിക്കാൻ നോക്കുന്നുണ്ടെന്നാണ് നമ്മുടെ 2016 ബ്ലാക്ക് ബുക്ക് സർവേ പറയുന്നത്. ഇതാണ് നമ്മുടെ സപ്ലൈ ഡാറ്റ നിശബ്ദമാണെങ്കിൽ എന്താണ് കൂടുതൽ ഓർഗനൈസേഷൻ, കൂടുതൽ സ്ഥാപനങ്ങളും എന്താണ് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള റീഇംബേഴ്സ്മെന്റ് മോഡൽ IT സിസ്റ്റംസ് നിർമ്മിക്കാനും അത് ഉപയോഗിക്കാനും പരിശ്രമിക്കുന്നുണ്ടെന്നാണ് 2016 ബ്ലാക്ക് ബുക്ക് സർവേ റിപ്പോർട്ട് ചെയ്യുന്നത്. റീഇംബേഴ്സ്മെന്റ്, വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള സർവീസുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്നുണ്ട്, സർവീസുകൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന സർവീസുകൾക്ക് നമ്മ പേയ്മെന്റ് നടത്താതെ എന്ത് കിട്ടണം? അതിന്റെ വാല്യൂ, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് എന്ത് ഔട്ട്കംസ് ലഭിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ ഗുണനിലവാരം എന്താണ് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്താണ് നമ്മളിൽ നിന്ന് കോസ്റ്റ് ഈടാക്കുന്നതിനെയാണ് വാല്യൂ ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സേവനങ്ങളുടെ പണം ഈടാക്കാതെ അതിൽ എത്രത്തോളം മൂല്യമുണ്ട് അല്ലെ, അതിന് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഔട്ട്കംസ് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിന് എത്രത്തോളം ഗുണനിലവാരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ നിന്ന് പണം ഈടാക്കുന്നതിനെയാണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ബോറടിക്കുന്നുണ്ടോ ഈ ചാപ്റ്റർ ലാസ്റ്റ് ആയപ്പോ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കല്ല ഈ ഒരു സിസ്റ്റം ഡാറ്റ, ഒരു സപ്ലൈ ചെയിന്റെ ഡാറ്റ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് തരാതിരിക്കുമ്പോൾ മിക്ക ഓർഗനൈസേഷനും എന്താണ് ഈ വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡൽ ആയിട്ടുള്ള IT സിസ്റ്റം നിർമ്മിക്കാനും അത് ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് 2016 ബ്ലാക്ക് ബുക്ക് സർവേ പറയുന്നത്. യൂസിംഗ് ദീസ് വാല്യൂ ബേസ്ഡ് മോഡൽ, ഓർഗനൈസേഷൻ can more accurately link supplies needed and patients outcomes അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ ബേസ്ഡ് മോഡൽ ഉപയോഗിച്ച് കാണിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്താണ് കൃത്യമായി അക്യുറേറ്റ് ആയിട്ട് അവരുടെ സപ്ലൈസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് എന്താണെന്ന് മനസ്സിലാക്കാനും പേഷ്യൻസിന്റെ എത്രമാത്രം അവർക്ക് ഔട്ട്കം ലഭിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഈ ഒരു വാല്യൂ ബേസ്ഡ് മോഡൽ ഉപയോഗിച്ച് കാണിട്ട് എന്താണ് ഹോസ്പിറ്റലുകാർക്ക്, ഓർഗനൈസേഷനിൽ എന്താണ് അവരുടെ സപ്ലൈകൾ മനസ്സിലാക്കാനും രോഗികളുടെ ഫലങ്ങളിലേക്ക് കൂടുതൽ കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? ബാക്കി എല്ലാവരും ഓക്കെ. നെക്സ്റ്റ്, അസൈൻ ടീം റെസ്പോൺസിബിലിറ്റി ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ദിവസം എടുത്തപ്പോ പറഞ്ഞല്ലോ പർച്ചേസ് ഓർഡർ ആറ് പ്രിപ്പയർ ചെയ്യണം അല്ലെ, അതുമായി എന്താണ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ, റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ പർച്ചേസ് ഓർഡർ പറഞ്ഞപ്പോ? മറന്നോയോ? പറഞ്ഞോ? എന്താണ് മക്കളെ ഒരു ഓർമ്മയില്ലേ? എടുക്കണോ ഞാൻ? ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞില്ലേ ഫസ്റ്റ് clearly define who is responsible for handling purchase order with the company ല്ലേ? ആ ഒരു കമ്പനിയല്ല പർച്ചേസ് ഓർഡർ അത് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആരാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്
കൃത്യമായിട്ട് അല്ലെ റെസ്പോൺസിബിലിറ്റി അല്ലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ എന്താണ് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റില് as a ടീം റെസ്പോൺസിബിലിറ്റി ക്ലിയർലി അല്ലെ ആ ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നോക്കിയേ, everyone whose work involves a hospital supplies must have a strong understanding of his or her role in healthcare inventory management അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ സപ്ലൈസിൽ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ജോലിയിലെ ഹെൽത്ത് കെയർ ഇൻവെന്ററിയിൽ ഉൾപ്പെടുന്ന ഹിസ് ഓർ ഹെർ അവന്റെ അല്ലെങ്കിൽ അവളുടെ പങ്കിനെ കുറിച്ച് അല്ലെ അവരുടെ റോളിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. ഹോസ്പിറ്റൽ സപ്ലൈയിൽ ഉൾപ്പെടുന്ന ഹെൽത്ത് കെയർ ഇൻവെന്ററി മാനേജിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകളുടെയും എല്ലാ എംപ്ലോയീസിന്റെയും റോളിനെ കുറിച്ച് അല്ലെ അവരുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി ഒരു ധാരണ ഉണ്ടായിരിക്കണം. Whether they are cleaning the room, ordering the supplies or checking the purchase order for accuracy, it is important that hospital staff members all understand what their role is and HALT provides എന്ന് കൊടുത്തിട്ടില്ല മക്കളെ, അത് വെട്ടിയേ, HALT വെട്ടിയേ, HALT provides to എന്നുള്ളത് വെട്ടിയേ, അത് തെറ്റാണ് കേട്ടോ. and how it contributed to എന്താണ് ഇതില് പറയുന്നത്, whether they are cleaning the rooms അല്ലെ. എന്ത് നമ്മ പറഞ്ഞു, ഓരോരുത്തരുടെയും റോള് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അതാണ് ആ റൂം ക്ലീൻ ചെയ്യുന്നവര്, ആ ഓർഡറുകള്, ആ ഒരു സപ്ലൈസുകള് ഓർഡർ ചെയ്യുന്നവര്, കൂടാതെ പർച്ചേസ് ഓർഡർ കൃത്യമായി ചെക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താണ് അവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. HALT provides to എന്നുള്ളതില്ലേ, HALT provides to അത് വെട്ടാം. എന്നിട്ട് how it contributed to ഓക്കെയാണോ? how it contributed to. അപ്പൊ എന്താണ്, ഒരു സക്സസ്ഫുൾ ഇൻവെന്ററി മാനേജ്മെന്റില് ഓരോരുത്തർക്കും അല്ലെ ആവശ്യക്കാർ എന്താണ്, ആശുപത്രി ജീവനക്കാർക്ക് എല്ലാവർക്കും അവരുടെ പങ്ക് എന്താണെന്നും അത് വിജയകരമായ ഇൻവെന്ററി മാനേജ്മെന്റില് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ ഭാഗത്ത് നിന്ന് കറക്റ്റ് രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അതിലുൾപ്പെടുന്ന സ്റ്റാഫുകൾക്ക് ഒരു ധാരണ വേണ്ടേ? വേണോ? ക്ലിയർ ആയില്ലേ? ഒരു ഹോസ്പിറ്റലില് ഇൻവെന്ററി മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ? സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുന്നവര് മുതൽ അല്ലേ ഉണ്ടോ? സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുന്നവര് എന്താണ്, നമ്മ മേടിക്കുന്ന സ്റ്റോക്കുകള് ഒരു റൂമില് സ്റ്റോർ ചെയ്യല്ലേ, അതിനൊരു ഏരിയ ഉണ്ടായിരിക്കില്ലേ? അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വരുന്നവര് കറക്റ്റ് രീതിയിൽ അത് നോക്കണ്ടേ? എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ സ്റ്റോർ ചെയ്യണോ, അത് അവരെടുത്ത് കളയണോ? എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടില് നമ്മ ക്ലീനിങ് പ്രൊസീജിയർ ചെയ്യാറുണ്ട് അല്ലെ, ക്ലീനിങ് എടുക്കാറില്ലേ? അപ്പൊ താഴെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് കളയോ? എടുത്തു വെക്കല്ലേ, ശരിയായ രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കോ? അതാരുടെ ഡ്യൂട്ടിയാണ്? അതാ ക്ലീൻ ചെയ്യണവര് ചെയ്യേണ്ടതല്ലേ? അതേപോലെ എന്താണ്, നമുക്കറിയാം സ്റ്റോർ റൂമില് പലതരത്തിലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? പലതരത്തിലുള്ള സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ക്ലീനിങ്ങിന് വരുന്ന സ്റ്റാഫുകൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ അത് ചെയ്യണ്ടേ?
അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യണ്ടേ? എടുത്തു വെക്കാനുണ്ടെങ്കിൽ എടുത്തു വെക്കണം, എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലെ? അപ്പൊ എന്താ, കൂടാതെ എന്താണ്, സപ്ലൈസുകള്, ഹോസ്പിറ്റലിലെ സപ്ലൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവര്, അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പാടുണ്ടോ? അവർക്ക് ഇന്ന സാധനം, ഒരു മെഡിസിൻ ആവശ്യമാണെന്ന് വെച്ച് ഒരുപാട് ഓർഡർ ചെയ്യാൻ പാടുണ്ടോ? ക്വാണ്ടിറ്റി ഇല്ല, കുറവ് ഓർഡർ ചെയ്യാൻ പാടുണ്ടോ? അവർക്ക് ആവശ്യത്തിൽ കുറവ് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അവർക്ക് അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ? പിന്നെ എന്താണ്, വന്ന ഓർഡേഴ്സ് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യാലോ, അക്യുറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യല്ലേ? അപ്പൊ ആ ഒരു ചെക്കിങ്ങിലുള്ള ആളുകൾ, അതേപോലെ ആ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ശരിയായ രീതിയിൽ മനസ്സിലാകണം അല്ലെ? വ്യക്തത വേണ്ടേ? ഇപ്പൊ അവരുടെ ജോലിയെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടെങ്കിലല്ലേ ഒരു വിജയകരമായ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് തന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ? ഒരു സക്സസ്ഫുൾ അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടി തന്റെ ഭാഗത്ത് നിന്ന്, ആ ഒരു സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭാവന ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ലാസ്റ്റ് ഭാഗമായിട്ട് ഒരു ഇച്ചിരി ടഫാണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് യൂസേജ് വേഴ്സ് ഓർഡർ ഫ്രീക്വൻസി അല്ലെ? നമ്മുടെ യൂസേജും നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയും തമ്മിൽ ഒരു ബന്ധം വേണ്ടേ? ഒരു റിലേഷൻ വേണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അതിനു വേണ്ടി നമ്മൾ ഒരു അനലൈസ് ചെയ്യുക അല്ലെ? ഫ്രീക്വന്റ്ലി അനലൈസ്, നമ്മൾ ഫ്രീക്വന്റ്ലി ആയിട്ട് അതിന്റെ വിലയിരുത്തുക, നമ്മുടെ യൂസേജും നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയും തമ്മിൽ, ക്വാണ്ടിറ്റി അല്ലെ, അളവും തമ്മിൽ അനലൈസ് ചെയ്യുക. ഫസ്റ്റ് നോക്കിയേ, ദിസ് റേഷ്യോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്പർ ടു അണ്ടർസ്റ്റാൻഡ് വെൻ ഇറ്റ് കംസ് ടു എഫിഷ്യന്റ് ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ? ഹോസ്പിറ്റലിലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ യൂസേജും നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയും. ഓക്കെയാണോ? ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആ കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റേഷ്യോ. യു ഷുഡ് ബി ഷുവർ ദാറ്റ് യു നോ ഹൗ മച്ച് ഓഫ് സർട്ടൻ ഐറ്റംസ് യു ആർ ഓർഡറിംഗ് പെർ വീക്ക്, month or quarter compared to how much of that items you are using in the same ടൈം ഫ്രെയിം അല്ലെ? നമ്മ ആ ഒരു സെയിം ടൈം ഫ്രെയിമില്, നമ്മ ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ ഉള്ള ആ ഒരു ടൈം ഫ്രെയിമില് നമ്മ എത്രത്തോളം സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലെ? അത് എത്രത്തോളം നമ്മ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? യു ഷുഡ് ഷുവർ ദാറ്റ് യു നോ ഹൗ മച്ച് certain item you are ordering per week, month or quarter compared to how much of item you are using in the same time frame. ആ ഒരു ടൈം ഫ്രെയിമിൽ, ആ ഒരു മന്ത് അല്ലെങ്കിൽ ആ ഒരു വീക്ക് അല്ലെങ്കിൽ ആ ഒരു ക്വാർട്ടറിൽ നമ്മൾ എത്രത്തോളം സാധനങ്ങൾ, ഏത് ഐറ്റംസ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ എന്നതും നമ്മൾ അത് എത്രത്തോളം ഓർഡർ ചെയ്യുന്നുണ്ട് എന്നതും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമുള്ളതാണ്. If the number don't match, you could have a situation in which you have too little or too much product. ആ ഒരു ഓർഡർ നമ്മ യൂസ് ചെയ്യുന്നതും നമ്മ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ എന്താണ്, മാച്ച് ചെയ്യുന്നില്ല അല്ലെ? എങ്കിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ നമ്മ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ എന്താണ്,
ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഓക്കെ ആണോ? ആണോ? അപ്പൊ നമ്മ ഉപയോഗിക്കുന്നതും നമ്മ എന്താണ് ഓർഡർ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയും തമ്മിൽ ഒരു മാച്ചിങ് നടക്കുന്നില്ല അല്ലെ, ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മ എന്താണ് ആ ഒരു സാധനം ഓർഡർ ചെയ്യുന്ന ആ ഒരു നമ്പർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നമ്പർ കുറവായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മ എന്ത് ചെയ്യണം? മേക്കിംഗ് regular adjustment to your ordering patterns based on the result of this analysis is best practice. നമുക്ക് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ആ ഒരു ഓർഡറുകളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതല്ലേ. ഒന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് നമ്മ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താം അല്ലേ, മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ വീട്ടില് മന്ത്ലി സാധനങ്ങൾ വാങ്ങിക്കുന്നവരുണ്ടാവും അല്ലെ, മന്ത്ലി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നവരുണ്ടാവും. അപ്പൊ ചില മാസം നമുക്ക് എന്ത് വരും? ചില പ്രോഡക്റ്റ് അല്ലെ, ചില സാധനങ്ങൾ ബാക്കി വരും അല്ലെ. ചിലപ്പോ എന്ത് പറ്റും? ചില സാധനങ്ങൾ നമുക്ക് ആ മാസം എത്താതെ വരും അല്ലെ, ആ മാസം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കാതെ നമ്മ അതിക്ക് മുമ്പ് തന്നെ അത് മേടിക്കേണ്ടി വരും, നമ്മുടെ വീടിന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ നമ്മ എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈം നമ്മ എന്ത് ചെയ്യും? ആ ഒരു ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തോ? കുറവ് വന്ന സാധനം കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങും അല്ലേ, ആണോ? കുറവ് വന്ന സാധനം കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങും. കൂടുതൽ വന്ന സാധനം പിന്നെ എന്ത് ചെയ്യും? കുറയ്ക്കൂ അല്ലെ, ക്വാണ്ടിറ്റി കുറയ്ക്കോ? അപ്പൊ എന്താണ് ഇത്? അതേപോലെ എന്താണ് ഇവർക്ക് എന്താണ് റെഗുലർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക അല്ലെ, മാറ്റങ്ങൾ പതിവായി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, മികച്ച പരിശീലനം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസ് ദ സപ്ലൈ റൂം മോർ എഫിഷ്യന്റ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ആ സപ്ലൈ റൂം, നമ്മ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു റൂം നമ്മ എങ്ങനെ സൂക്ഷിക്കണം? എഫിഷ്യന്റ് ആയിട്ട് സൂക്ഷിക്കണം അല്ലേ, കാര്യക്ഷമമായിട്ട് സൂക്ഷിക്കണ്ടേ, ഓർഗനൈസ് ചെയ്യണ്ടേ. അതല്ലെങ്കിൽ എന്ത് പറ്റാം? സാധനങ്ങൾ ഡാമേജ് വരാം അല്ലേ. അതല്ലെങ്കിൽ നമ്മ എന്ത് പറ്റാം? ഇൻസെക്ട്സ്, റാറ്റ്സ് ഒക്കെ നശിപ്പിച്ച് കളയില്ലേ സാധനങ്ങള്. അപ്പൊ എന്ത് ചെയ്യണം? കൂടാതെ നമുക്ക് ശരിയായ രീതിയിൽ നമ്മ നല്ല അടുക്കും ചിട്ടയോട് കൂടിയും സൂക്ഷിച്ചു വെച്ചാൽ മാത്രമല്ലേ, കറക്റ്റ് ഒരു ഓർഡറിൽ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമല്ലേ നമുക്ക് ശരിയായ രീതിയിൽ അത് സപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ, സപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. വേഗത്തിൽ നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിന് എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും അല്ലേ, നമ്മൾ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓർഡറില്. അപ്പൊ നോക്കിയേ, ഓർഗനൈസ് ദ സപ്ലൈ റൂം മോർ എഫിഷ്യന്റ് അല്ലേ. എന്താണ്? നമ്മ സപ്ലൈ റൂം കൂടുതൽ കാര്യക്ഷമമായിട്ട് ഓർഗനൈസ് ചെയ്യുക. We all have the closet in our facility that slips through the cracks. But a messy hospital supply area can be serious hindrance to healthcare inventory management. എന്താണ്? We all have that closet in our facility that slips through the cracks. അതായത് ക്ലോസറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ റൂമില്ലേ, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സപ്ലൈ റൂം അല്ലെങ്കിൽ സ്റ്റോർ റൂമില്ലേ, അതാണ് ക്ലോസറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ക്ലോസറ്റ് ഇൻ അവർ ഫെസിലിറ്റി ദാറ്റ് സ്ലിപ്സ് ത്രൂ ദി ക്രാക്സ്. ത്രൂ ദി ക്രാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ടു നോട്ട് ബി നോട്ടീസ്ഡ് ഓർ ടു നോട്ട് ബി slips through the cracks എന്ന് പറഞ്ഞാല് to not be noticed or dealt with by a system. നമ്മ എന്താണ്? ഒരു സിസ്റ്റം, നമ്മ അതിന് ഉപയോഗിക്കുന്ന ആ ഒരു സാധനങ്ങള് സൂക്ഷിക്കാനായിട്ട് സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ആ ഒരു സിസ്റ്റംസ് നമ്മ ശ്രദ്ധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുകയോ ചെയ്യാത്ത ഒരവസ്ഥ. അപ്പൊ എന്ത് വരും?
നമ്മുടെ ആ ഒരു ക്ലോസറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ റൂം ശരിയായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറ്റുന്നേ? ഇക്കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടം വരുമോ? ലോസ് വരുമോ? ഇല്ലേ? തടസ്സങ്ങൾ വരില്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ വരില്ലേ? സപ്ലൈ ചെയ്യാനായിട്ട് സാധനങ്ങള് വിതരണം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ വരില്ലേ? ശരിയായ രീതിയിൽ നമ്മൾ അത് ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ വരുമോ? ത്രൂ സ്ലിപ്സ് ത്രൂ ദി ക്രാക്സ് എന്ന് പറഞ്ഞാല് നമ്മ ആ ഒരു ഫെസിലിറ്റി, അതായത് ആ ഒരു എന്താണ് ക്ലോസറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റോർ റൂം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരവസ്ഥ. നമ്മൾ ആ ഒരു സ്റ്റോർ റൂം ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത്? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ തടസ്സം സംഭവിക്കോ? തടസ്സങ്ങൾ സംഭവിക്കില്ലേ? അപ്പൊ നോക്കിയേ, we all have that closet in our facility that slips through the cracks. എന്താണ് നമുക്ക് ആ ഒരു ക്ലോസറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ റൂം നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യാതിരിക്കുമ്പോൾ but a messy hospital supply area can be serious hindrance to healthcare inventory management. അല്ലെ, ഈ ഒരു മെസ്സി ഹോസ്പിറ്റൽ, കുഴപ്പം പിടിച്ച ഹോസ്പിറ്റൽ സപ്ലൈ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹെൽത്ത് കെയർ ഇൻവെന്ററി മാനേജ്മെന്റില് സീരിയസ് ആയിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട പല തടസ്സങ്ങൾക്കും പല കുഴപ്പങ്ങൾക്കും കാരണമാകുന്നു. ഓക്കെയാണോ? നമ്മൾ ശരിയായ രീതിയിൽ ആ സ്റ്റോർ റൂം നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയോ കൈകാര്യം ചെയ്യപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സപ്ലൈ മാനേജ്മെന്റില് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടതായി വരുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ്, from lost revenue due to misplaced supplies to not having an ability to tell how much of certain items available. This organization is a bad situation for any supply room or closet. അല്ലെ, നമുക്ക് എന്താണ് തെറ്റായ വിതരണം മൂലം നഷ്ടം സംഭവിക്കാം അല്ലെ? ആണോ? നമ്മൾ തെറ്റായ രീതിയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കില്ലേ? നഷ്ടപ്പെട്ട വരുമാനം മുതൽ. അപ്പൊ എന്താണ് തെറ്റായ വിതരണം മൂലം നഷ്ടപ്പെട്ട വരുമാനം മുതൽ ഒരു നിശ്ചിത ഇനം എത്രമാത്രം ലഭ്യമാണെന്ന് പറയാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അതെന്താണ്? ക്രമരഹിതമായ അവസ്ഥയോ നമ്മുടെ സപ്ലൈ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ക്ലോസറ്റിനോ ഉണ്ടെങ്കിൽ അതെന്താണ്? അതൊരു മോശം സാഹചര്യമാണ് അല്ലെ? നമുക്ക് എന്താണ്? തെറ്റായ വിതരണം മൂലം വരുമാനം എന്താണ്? നഷ്ടപ്പെട്ട വരുമാനം മുതൽ നമ്മുടെ ഒരു നിശ്ചിത ഐറ്റം, ഒരു പെർട്ടിക്കുലർ ഐറ്റം എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയാനുള്ള കഴിവില്ലായ്മ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു എന്താണ് ബാൻഡേജ് ആണ് അല്ലെങ്കിൽ ഒരു സിറിഞ്ച് ആണ്, ഇത്ര മാത്രം നമുക്ക് ഇനി സ്റ്റോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അതെന്താണ്? ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോസസ്സ് ശരിയായ രീതിയിലല്ല അല്ലെ? അല്ലേ? നല്ല സക്സസ്ഫുൾ ഒരു കറക്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? സോഫ്റ്റ്വെയർസ് നോക്കിയാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഇന്ന ഐറ്റംസ് ഇന്ന സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്രമാത്രം ഐറ്റംസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ശരിയായ അളവിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? അപ്പൊ തെറ്റായ വിതരണം മുതൽ അല്ലെ, അങ്ങനെ വരുന്ന നഷ്ടം മുതൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം ആ ഒരു സ്റ്റോർ റൂമിൽ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് ഉണ്ടെങ്കിൽ അല്ലെ, എന്താണ് ഒരു സപ്ലൈ റൂമിന് ഉണ്ടെങ്കിൽ അതെന്താണ്? മോശം സാഹചര്യമാണ് അല്ലെ? ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ? ഒരു ബാഡ് സിറ്റുവേഷൻ ആണ് അല്ലെ? അപ്പൊ അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഓർഗനൈസ് യുവർ സപ്ലൈസ് ഇൻ എ ലീനിയർ ഫാഷൻ. നമ്മൾ ഒരു ക്രമമായ രീതിയിൽ, ഒരു ലീനിയർ ഫാഷൻ, അതായത് ഒരു ക്രമമായ രീതിയിൽ നമ്മൾ ആ ഒരു സപ്ലൈസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുക അല്ലെ? നമ്മ
അറേഞ്ച് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ദ മോസ്റ്റ് യൂസ്ഡ് ടൂൾ ആർ ഈസി ടു ഫൈൻഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൂള് ലീനിയർ ആയിട്ടുള്ള ഒരു ഓർഡറിൽ നമ്മ ഒരു സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ആ സാധനങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈസി ആയിട്ട് നമുക്കത് ഫൈൻഡ് ചെയ്യാം അല്ലെ. ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്ന സാധനം, അതല്ലെങ്കിൽ പ്രത്യേക ഓർഡറിൽ നമ്മ മരുന്നുകളൊക്കെ വെക്കാറില്ലേ? ഫാർമസിയിൽ മരുന്നുകളൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? A to Z ആൽഫബറ്റിക് ഓർഡറിൽ വെക്ക് അല്ലെ, ആണോ? അപ്പൊ അവർക്ക് ആ ഒരു ആൽഫബറ്റ് കഴിഞ്ഞാൽ അറിയാലോ ഈ സാധനം ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഒരു ലീനിയർ ഫാഷനിൽ നമ്മൾ സാധനങ്ങളെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കുന്നു. ഇഫ് യു വാണ്ട് ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽ, നമുക്ക് വേസ്റ്റ് ആയി വരുന്ന ആ ഒരു മെറ്റീരിയൽസിന്റെ ചെലവ് അല്ലെ, ഒരു എമൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രൈ പ്ലേസിംഗ് പ്രോഡക്ട്സ് ദാറ്റ് വിൽ എക്സ്പയർ the soonest towards the front when organizing your supplies. This way they can be used first. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എക്സ്പയറി ആവുന്ന സാധനങ്ങള് നമ്മൾ ഫ്രണ്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത് വേഗം തന്നെ എടുത്ത് സപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കോ? അപ്പൊ അതിന്റെ ചില വേസ്റ്റ് ആവില്ല അല്ലെ. നമ്മൾ ഫാർമസിയിൽ പഠിച്ചു അല്ലെ, FIFO അല്ലെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ അല്ലെ. അല്ലെങ്കിൽ എക്സ്പയറി ആവുന്ന സാധനങ്ങൾ ഫ്രണ്ടിൽ സൂക്ഷിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഫസ്റ്റ് തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാലോ, സപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ എന്താ, നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന ആ ഒരു എമൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പയറി ആവുന്ന സാധനങ്ങൾ ഫ്രണ്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ സപ്ലൈ ചെയ്യാനും അത് ഫസ്റ്റ് തന്നെ ആദ്യത്തിൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? വിഷയം അനിതയും മാത്രം മിസ്സിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ബാക്കി ആരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഇല്ല. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ന്യൂ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലില് പുതിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജീസ് അല്ലെ യൂസ് ചെയ്യുക. നമുക്കറിയാം ഓരോ വർഷം അല്ലെ ചെല്ലുന്തോറും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ സോഫ്റ്റ്വെയർസ്, പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോഫ്റ്റ്വെയർസിൽ തന്നെ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റില് പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുക. അതിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കി. തിങ്ക് അബൌട്ട് ദ type of inventory management tools you are using, from software to computer equipment. എന്താണ് നമ്മ സോഫ്റ്റ്വെയർസിൽ ആ ഒരു കമ്പ്യൂട്ടർ എക്യുപ്മെന്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അല്ലെ, നമ്മൾ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ആർ ദേ മീറ്റിംഗ് ഓൾ ഓഫ് യുവർ നീഡ്സ്? ആ ഒരു നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർസ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ടോ അല്ലെ, മീറ്റ് ചെയ്യുന്നുണ്ടോ? സിറ്റ് ഡൗൺ വിത്ത് യുവർ മാനേജ്മെന്റ് ടീം ആൻഡ് ഐഡന്റിഫൈ ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ യു എക്സ്പീരിയൻസ് ഇൻ യുവർ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക? അവിടുത്തെ മാനേജ്മെന്റുമായി കൂടി ഒരു ചർച്ച നടത്തി നിങ്ങളുടെ ആ ഇൻവെന്ററി മാനേജ്മെന്റിൽ നിങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെ, ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക. ഡസ് യുവർ കറന്റ് സോഫ്റ്റ്വെയർ ഓഫർ എ സൊല്യൂഷൻ? നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന കറന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർസ് നിങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ സാധിക്കുമോ? Would a new type of software on the market better manage your മേജർ പ്രോബ്ലം അല്ലെ? എന്താണ് നിങ്ങളുടെ ആ ഒരു വലിയ പ്രശ്നം, ആ ഒരു മേജർ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എന്താണ് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണോ? ഫൈൻഡിങ് ദ ലിമിറ്റേഷൻ ഇൻ യുവർ ടെക്നോളജി ഈസ് എ ഗുഡ് വേ ഓഫ് ഡിറ്റർമിനിങ് ഇഫ് യു ആർ യൂസിങ് ദ സോഫ്റ്റ്വെയർസ് കറക്റ്റ്ലി. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെക്നോളജീസ്, എന്താണ് നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലെ. ഫൈൻഡിങ് ദ ലിമിറ്റേഷൻ ഇൻ യുവർ ടെക്നോളജി, നമ്മുടെ ആ ടെക്നോളജി കൊണ്ടുള്ള ലിമിറ്റേഷൻസ് അല്ലെ, പോരായ്മകൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് ഒരു പ്രധാനപ്പെട്ട വേ ആണ് അല്ലെ, വഴിയല്ലേ.
ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ആൻഡ് വേ ഓഫ് വിച്ച് ഇഫ് യു ആർ യൂസിങ് ദ സോഫ്റ്റ്വെയർ കറക്റ്റ്, എന്നിട്ട് നമ്മൾ ശരിയായ രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക. ഇഫ് പർച്ചേസിംഗ് ന്യൂ ടെക്നോളജി ഈസ് നെസസറി, അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റിന് ആപ്റ്റല്ല, ഉചിതമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ടെക്നോളജിയിലെ പുതിയ സോഫ്റ്റ്വെയർസ് വാങ്ങിക്കുക, പർച്ചേസ് ചെയ്യുക. ഓർ ഇഫ് ന്യൂ പ്രൊസീജിയർ നീഡ് ടു ബി ക്രിയേറ്റഡ്, അതിനാവശ്യമായിട്ടുള്ള ന്യൂ പ്രൊസീജിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? അത് സിമ്പിൾ ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് മിസ് പെട്ടെന്ന് പറഞ്ഞത്. എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഒരു റിവ്യൂ നടത്താൻ, ഒരു അവലോകനം നടത്തി നമ്മുടെ മേജർ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മുടെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ മനസ്സിലാക്കാം. സാധിക്കില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ, അല്ലെ, ബെറ്റർ ആയിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയർസ് വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇംപ്രൂവ് റെക്കോർഡ് കീപ്പിംഗ്, അല്ലെ, നമ്മുടെ റെക്കോർഡ് കീപ്പിംഗ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഇൻഫർമേഷൻസ് തരുന്നത് റെക്കോർഡുകളാണ്, അല്ലെ. ഫ്യൂച്ചറിൽ പ്രീവിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ improve it. If you aren't using one already, you may consider adopting a more sophisticated digital platform with a forecasting future to determine how many supplies you have in stock compared to what kind of demand you will have in the future. നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പലതരത്തില് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പഠിച്ചോ? സീസൺ SOS പഠിച്ചു, അല്ലെ? ഓർമ്മയുണ്ടോ? ABC, SOS, അല്ലെ, XYZ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലോ? ബാക്കി ആർക്കും ഓർമ്മയില്ല? XYZ ഹൈ കോസ്റ്റ് വരുന്നത്, അല്ലെ? HML പഠിച്ചു, അല്ലെ? ഹൈ മീഡിയം ലോ കോസ്റ്റ് വരുന്ന ഐറ്റംസ്. അപ്പൊ എന്ത് ചെയ്യണം, അതിൽ നമ്മ പഠിച്ചോ? സീസണൽ, ഓഫ് സീസണൽ പഠിച്ചു, അല്ലെ? SOS. അപ്പൊ എന്താ, ആ ഒരു ഐറ്റംസ് നമുക്ക് ആ ഒരു സീസൺ സമയത്ത് മാത്രമാണ്, അല്ലെ, നമുക്ക് അത് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെ? ആ ഒരു സീസണൽ ഐറ്റംസ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഐറ്റംസ് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഇഫ് യു ആർന്റ് യൂസിങ് വൺ ഓൾറെഡി, നമ്മളൊരു സാധനം, ഒരു പെർട്ടിക്കുലർ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭാവിയിൽ, അല്ലെ, ഫ്യൂച്ചറിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകുമെന്ന്, അല്ലെ, നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകുമെന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പക്കലുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് നിയന്ത്രിക്കാനായിട്ട്, അല്ലെ, എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടെന്ന് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേണോ? പ്രവചന സവിശേഷതയുള്ള കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആവശ്യമാണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സോഫ്റ്റ്വെയർസ് നമുക്ക് ഭാവിയിൽ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഭാവിയിൽ ഇത്രമാത്രം, അല്ലെങ്കിൽ ആ ഒരു സീസൺ ആവുമ്പോൾ ഇത്രമാത്രം ആവശ്യമായിട്ട് വരുമെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർസിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകില്ലേ? ആ ഒരു സാധനം നമ്മുടെ ഇൻവെന്ററിയിൽ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു പ്രോഡക്റ്റിന്റെ നെയിമോ കോഡ് നമ്പറോ, അല്ലെ, കോഡ് നമ്പറോ അടിച്ചു കൊടുത്താൽ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, പ്രവചനാധിഷ്ഠിതമായ എന്താണ്, ഒരു കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആവശ്യമാണ്. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കൂടുതൽ എന്തെങ്കിലും നമ്മുടെ സിസ്റ്റംസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവോ? നമ്മൾ സിസ്റ്റത്തിലൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ സ്റ്റോക്കിന്റെ നമ്പേഴ്സ്, അതിന്റെ ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോവോ? ലോസ്റ്റ് ചെയ്യോ? ഇല്ല, അല്ലെ? അപ്പൊ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആവശ്യമായി വരുന്നു. ഓൾസോ റിമെമ്പർ ടു തിങ്ക് അബൌട്ട് how accurate your inventory records are.
they should be frequently reviewed to ensure that there are no errors. Right? I mean, to think about how accurate your inventory records are. നമ്മൾ ഓർമ്മിക്കുക, റിമെമ്പർ ചെയ്യുക, എന്താണ് നമ്മുടെ ഇൻവെന്ററി റെക്കോർഡ്സുകൾ എത്രമാത്രം കൃത്യതയുണ്ട് അല്ലെ. പിന്നെ എന്താണ്, ദേ ഷുഡ് ബി ഫ്രീക്വന്റ്ലി, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻവെന്ററി റെക്കോർഡ് എന്താണ് ഒരു എറേഴ്സും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യണം അല്ലെ. റിവ്യൂ നടത്തി ഫ്രീക്വന്റ്ലി ആയിട്ട് അവലോകനം ചെയ്ത് നമ്മുടെ റെക്കോർഡ്സുകളിൽ അല്ലെ, ഇൻവെന്ററി റെക്കോർഡ്സുകളിൽ ഒരു തെറ്റുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ വിച്ച് ക്യാൻ കോസ് സീരിയസ് ചലഞ്ചസ് ഫോർ ഹോസ്പിറ്റൽ സപ്ലൈ മാനേജ്മെന്റ് അല്ലെ. അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്, നമ്മുടെ സപ്ലൈ മാനേജ്മെന്റിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, വെല്ലുവിളികൾ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റില് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈ മാനേജ്മെന്റില് പ്രോബ്ലംസ് വരില്ലേ. ചിലപ്പോ എന്താണ്, നമ്മുടെ സപ്ലൈയില് ഇത്ര മാത്രം ആ ഒരു സാധനം പെർട്ടിക്കുലർ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടെന്നാണ് റെക്കോർഡിൽ കാണിക്കുന്നത്. പക്ഷെ സ്റ്റോക്ക് ഇല്ലെങ്കിലോ അതൊരു പ്രശ്നം സൃഷ്ടിക്കോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനം സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന് തടസ്സങ്ങൾ സൃഷ്ടിക്കില്ലേ? ഇപ്പൊ എമർജൻസി ഡ്രഗ്സുകളൊക്കെ തീർന്നു പോവാ, നമ്മൾ ശരിയായ രീതിയിലുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റ് ഇല്ലാണ്ട് എന്താണ് നമുക്ക് ആ ഒരു സമയത്ത് എമർജൻസി ഡ്രഗ്സ് കിട്ടാതെ വരുന്നാല് ഒരു സീരിയസ് ഇഷ്യൂ ആണല്ലേ അത് അല്ലെ. എമർജൻസി ഡ്രഗ്സ് കിട്ടാതെ വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ ശരിയായ രീതിയിലുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് അല്ല, അതിൽ എന്തെങ്കിലും എറേഴ്സ് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ സപ്ലൈ മാനേജ്മെന്റിൽ സീരിയസ് ആയിട്ടുള്ള അല്ലെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വെല്ലുവിളികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണോ? ഒരു പോയിന്റും കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാട്ടോ. ഇന്നെടുത്തത് ഓക്കെയാണോ? ഇന്നെടുത്തത് എല്ലാവർക്കും ഓക്കെയാണോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. വളഞ്ഞു തിരിഞ്ഞൊക്കെ നമ്മുടെ ഡിപ്ലോമയിലെ മോണിറ്ററിംഗ് ഒക്കെ പറഞ്ഞിട്ട് അല്ലെ, കുറച്ച് വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വായിക്കാട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ, വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നെക്സ്റ്റ്